മഹാത്മാഗാന്ധിയുടെ പ്രസംഗം കേൾക്കുന്നവർക്കറിയാം, വളരെ പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന്, വാക്കുകൾക്ക് സാമ്രാജ്യത്വത്തിന്റെ അടിവേരിളക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഭായിയോ ബഹനോ എന്നൊന്നും പറഞ്ഞ് അലറി വിളിച്ച് കൂവി ആക്രോശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വളരെ നിശബ്ദമായിട്ടാണ് അദ്ദേഹം ഈ രാജ്യത്തെ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയത്. സമസ്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ജിഫ്രി മുതുകോയ തങ്ങള് സംസാരിക്കുമ്പോ, നടന്നു വരുമ്പോ ഭൂമിയെ ബഹുമാനിച്ചാണ് അദ്ദേഹം കടന്നു വരുന്നത്. എത്ര ശാന്തമായിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. പക്ഷെ പറയുന്ന അഭിപ്രായത്തിന്റെ കരുത്ത് അത് കേരളത്തിന്റെ സമൂഹത്തെ നിശബ്ദമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ വേണ്ടി പ്രാപ്തമാക്കുന്നതാണ്. ആ വാക്കുകളുടെ കരുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിന്റെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ്. കേരളത്തിൽ സമവായം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. സമൂഹത്തിൽ